പ്രൈസ് ലോർഡ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നതിൽ അവസാനത്തെ 2 വചനങ്ങൾ, അതായത് 16-ാം വചനവും 17-ാം വചനവും കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. 16-ാം വാക്യം: എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണന്നു, മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിയുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടപ്പുറത്തെ മണലിന്മേൽ നിന്നു. ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതില് സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിനായിട്ട് വായിൽ നിന്ന് വെള്ളം ചാടിച്ചു എന്ന് പറഞ്ഞു. അത് നേരത്തെ വീഡിയോയിൽ അത് വെള്ളം എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്ന് പറഞ്ഞു. ആ ജനങ്ങളെ കൊണ്ടാണ് പിശാച് സ്ത്രീ എന്ന് പറയുന്ന ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് യുദ്ധമുണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റുള്ളവരെല്ലാവരും പുതിയ നിയമ ഇസ്രായേലിനെയും പഴയ നിയമ ഇസ്രായേലിനെയും വളരെയധികം കഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. ആ സമയത്ത് ഭൂമി സ്ത്രീക്ക് തുണന്നു എന്ന് പറയുന്നുണ്ട്. നദിയെ ഭൂമി വായി തുറന്ന് വിഴുക്കളഞ്ഞു. അതായത് ഭൂമി വായി തുറക്കുന്ന എങ്ങനെയാ? വലിയ ഭൂമി മുൽക്കുണ്ടാവണം, അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. കോരഹിനെയും കോരഹിന്റെ കൂട്ടുകാരെയും ഭൂമി വായി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് പോലെ ഒരു സംഭവം അവിടെ ഉണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അടുത്ത വചനം: മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ഈ ദൈവമക്കളോട് കോപം വളരെയധികം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവകൽപ്പന പ്രമാണിക്കുന്നതും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. യുദ്ധം പിന്നെയും ചെയ്യാനായിട്ട് പിശാച് കാര്യങ്ങൾ പിന്നെയും ഒരു കൂട്ടുന്നു എന്നാണ് അതിൽ പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അത് എവിടെ നിന്നിട്ടാ ചെയ്യുന്നത്? അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. കടലത്തെ പുറത്തെ മണല് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തില് അബ്രഹാമിന്റെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് എടുക്കാം. 22-ാം അധ്യായത്തില് 17-ാം വാക്യം: ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ വട്ടങ്ങളെ കൈവശമാക്കും. അതായത് അബ്രഹാമിന് കൊടുത്തൊരു അനുഗ്രഹത്തെ പറ്റിയായി പറയുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും. അപ്പൊ രണ്ട് രീതിയിലുള്ള ആൾക്കാരെ ആക്കി തീർക്കും എന്നാണ് പറയുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 4-ാം വാക്യം: അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. അന്ത്യകാലത്ത് നടക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ചയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആകാശ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള ദൈവമക്കളിൽ അനവധി പേര് വിശ്വാസത്തിൽ വിട്ടുമാറും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യം തന്നെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. കടലത്തെ പുറത്തെ മണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെയാണ്. അതായത് അബ്രഹാമിന്റെ സന്തതിയിൽ ദൈവമക്കളല്ലാത്ത ആൾക്കാർ അനവധിയുണ്ട്. അവര് എല്ലാം പ്രധാനമായിട്ടും വരുന്നത് എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗൾഫ് ഏരിയയിലാണ്. അവിടെ സെന്റർ ആക്കിക്കൊണ്ടിട്ടാണ് ഈ പിശാച് ദൈവമക്കളോട് യുദ്ധം ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അതാണ് ഈ കടൽപ്പുറത്തെ മണലിൽ നിന്നു എന്ന് പറയാൻ കാരണം അതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തും. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ 144,000 പേര് ആൺകുട്ടിയുടെ കൂട്ടത്തിൽപ്പെടുന്ന ആൾക്കാരാണ്, അവരാണ് എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞത് 5-ാം വാക്യത്തിലാണ്. അവൾ സകലജാതികളെ എലുമ്പുകൾ കൊണ്ട് വേവാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. ഈ പറയുന്ന വചനത്തില് ഒന്നാമത്തെ ആൺകുട്ടി എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൺകുട്ടി എന്ന് പറയുന്നത് 144,000 പേര് പുരുഷന്മാരായിട്ട് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണെന്നും പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം എടുക്കാം. 7-ാം അധ്യായം 3-ാം വാക്യം: നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്ക് കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചിരുന്നു. ഞാൻ കേട്ടു, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവും 144,000. ഈ പറഞ്ഞ 144,000 പേര് അന്ത്യക്രിസ്തുവിന്റെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും അവരെ അന്ത്യക്രിസ്തു ഇല്ലാതാക്കും. 14-ാം അധ്യായം നമുക്ക് നിർത്താം. ഞാൻ പിന്നെ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോട് നെറ്റിയിൽ അവന്റെ നാമം പിതാവിന്റെ നാമം എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അവര് കാണുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും സിയോൻ പർവ്വതം അവിടെ ഉണ്ടാവും. അവിടെ നിന്നുകൊണ്ടാണ് ഭൂമിയിലുള്ള മനുഷ്യരെ ഭരിക്കുന്നത്. ആ സിയോൻ പർവ്വതത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവും പിന്നെ 144,000 പേരുമാണ് അവിടെ ഇരിക്കുന്നതായിട്ട് പറയുന്നത്. അതാണ് ഈ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാട്, അവനോട് നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമം എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. അതാണ് ഈ ചിത്രത്തിൽ നമ്മൾ പറഞ്ഞത്. ഈ സിയോൻ പർവ്വതത്തിൽ 2 സ്ഥലമുണ്ട്.
ഈ അന്ത്യവിധി കഴിയുമ്പോഴേക്കും ഈ 144 പേര് കണ്ടോ, ഇവിടെ നിന്നുള്ള 144 പേര് നേരെ ഇവിടെ ഉണ്ടൊരു സിയോൻ പർവ്വതം. യേശുക്രിസ്തു ഭരിക്കുന്ന എപ്പോഴും സിയോൻ പർവ്വതത്തിൽ ഇരുന്നുകൊണ്ട് ആ ഇവിടെ വേറെ രീതിയിൽ ഇവിടെ വരുന്നു. അവിടെയും 144 ഇസ്രായേലർ തന്നെയാണ് അവിടെ ഉള്ളൂ. പിന്നെ മറ്റുള്ളവരെല്ലാം തന്നെ പുതിയ യെരൂശലേമിലാണ് വരുന്നത്. പുതിയ യെരൂശലേം എന്ന് പറയുന്നത് സ്വർഗം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്വർഗീയമായ അവസ്ഥയുണ്ടെന്നേ പറയാൻ പറ്റും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കെട്ടിടമാണ് ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. അപ്പൊ അതില് അവിടെ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാക്കിയിട്ട് അവിടെയും ശിവൻ പർവ്വതമുണ്ട്. അവിടെ ക്രിസ്തുവും 144 പേരും അവിടെ ഉണ്ടാവും. ദേവണ്ട 144 ഇവിടെ വന്നു. ഈ 144 പേര് തന്നെയാണ് 1000 ആണ്ട് വർഷക്കാലത്ത് ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നും നമുക്ക് 2-ാം അധ്യായത്തിൽ പറഞ്ഞ ഇരുമ്പ് കോൽ കൊണ്ട് മേപ്പന ആൺകുട്ടി എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു കൂടാതെ 144 പേരും ആണ് എന്നുള്ളത് ഈ റിലേഷൻ ചാർട്ടിൽ കൂടി നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇങ്ങനെ പറഞ്ഞത്. ഇതോടെ നിർത്തുകയാണ്.